ഞാനെല്ലാം പറയാം. നേർത്ത ശബ്ദത്തിൽ ഐഷ പറഞ്ഞു. അവർ പറയാമെന്ന് പറഞ്ഞപ്പോൾ അപർണ പ്രതാപനെ വിളിക്കാൻ പുറത്തേക്ക് പോയി. വെള്ളം വെള്ളം ഐഷ മന്ത്രിച്ചു. നീ ആദ്യം ചോദ്യങ്ങൾക്ക് മറുപടി പറയും, എന്നിട്ട് തീരുമാനിക്കാം നിനക്ക് കുടിക്കാൻ വെള്ളം തരണോ വേണ്ടയോ എന്ന്. ഞാൻ പറഞ്ഞില്ലേ എല്ലാം പറയാമെന്ന്. ഞങ്ങൾക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം താ, ഞങ്ങൾ ചത്തുപോവും. നീയൊക്കെ ചാകട്ടടി. ഇത്രയും ആളുകളെ കൊന്ന് നീയൊക്കെ ചത്താലൂടെ ഒന്നും സംഭവിക്കില്ല. വെള്ളം കൊടുക്കടോ. ഇവളുടെ വായിൽ നിന്ന് സത്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ പിന്നിൽ ആളുകളെ പിടിക്കാൻ കഴിയുള്ളൂ. അതിനു മുമ്പ് വല്ലതും സംഭവിച്ചാൽ ഇത്ര കഷ്ടപ്പെട്ടത് വെറുതെയാകും. മേശയുടെ മുകളിലിരുന്ന വെള്ളം കുപ്പിയെടുത്ത് അവർക്ക് കൊടുത്തു. ഒരു കുപ്പി വെള്ളം മുഴുവനും അവർ കുടിച്ചു. വെള്ളം കുടിച്ചു കഴിഞ്ഞതും ഐഷ കസേരയിൽ നിന്ന് താഴേക്ക് ഊർന്നു വീണു. കഥകളുടെ മായിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. താഴേക്ക് വീണ ഐഷയുടെ അടുത്തേക്ക് ഓടി വന്ന പ്രതാപ് ചത്തോടയോള് എന്ന ചോദ്യത്തോടെ അപർണയും സുറുമിയെ നോക്കി. പ്രതാപിന്റെ ചോദ്യം കേട്ടതോടെ ഫെമിനയുടെയും അപർണയുടെയും സുറുമിയുടെ മുഖം വിളറി വെളുത്തു. സുറുമിയും അപർണയും പരസ്പരം മുഖത്തേക്ക് നോക്കി. ഫെമിന ഇപ്പോൾ കരയുമെന്ന അവസ്ഥയിലുമായി. താഴെ കിടന്നിരുന്ന ഐഷയുടെ അടുത്തിരുന്ന് പ്രതാപ് ഐഷയുടെ കയ്യിൽ പൾസ് നോക്കി. പൾസ് അടിക്കുന്നുണ്ടെന്ന് മനസ്സിലായ പ്രതാപ് സുറുമിയെ വിളിച്ച് അടുത്തുണ്ടായിരുന്ന മേശയിലിരിക്കുന്ന വെള്ളം കുപ്പിയെടുത്ത് അവളുടെ മുഖത്ത് തെളിക്കാൻ പറഞ്ഞു. വെള്ളം മുഖത്ത് വീണതോടെ കണ്ണു തുറന്ന ഐഷയെ സുറുമിയും അപർണയും കൂടി പൊക്കി വീണ്ടും ചെയറിലിരുത്തി. ഇനി ചോദിക്കുന്നതിന് കൃത്യമായ മറുപടി കിട്ടണം, കേട്ടല്ലോ? ഇല്ലെങ്കിൽ ഇനി അവരെ ഒന്നും വിളിക്കില്ല. എൻ്റെ കൈയുടെ ചൂടായിരിക്കും നിങ്ങൾ അറിയാൻ പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെക്കുറിച്ചും നിങ്ങളെ ഏൽപ്പിച്ചവരെക്കുറിച്ചും കൃത്യമായി അറിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്തത്. പിന്നെ നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ ഇത് കേൾക്കണമെന്ന് പറയുന്നത് കുറ്റവാളികളുടെ മൊഴിക്ക് കോടതിയിൽ വലിയ വിലയാണ്. മാത്രമല്ല, നിങ്ങളിപ്പോൾ പറയുന്നത് നാളെ മാറ്റി പറയാതിരിക്കാനും കൂടിയാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി വ്യക്തമായും പറയുക, കേട്ടല്ലോ? വെറുതെ എൻ്റെ കൈക്ക് പണി ഉണ്ടാക്കരുത്. അനസേ, ക്യാമറ ഓണാക്കടോ. ഇനി പറഞ്ഞു, ആരാണ് അനൂപിനെ ഈ പണിയേൽപ്പിച്ചത്? ഞാനും ഫെമിനയും. അനൂപിനെ നിങ്ങൾക്ക് എങ്ങനെ പരിചയം? ഫെമിനയുടെ മാമൻ്റെ മോനാണ് അനൂപ്. അപ്പം നീയും ഫെമിനയും തമ്മിലോ? ഞങ്ങള് കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അന്നേ ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ രണ്ടാളും രണ്ട് വഴിക്കായി. എന്നാലും പരസ്പരം കണക്ഷൻ ഉണ്ടായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം ഫെമിനി ഒരു ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റായിട്ട് ജോലിക്ക് പോയിരുന്നു. അവിടെ വെച്ചാണ് കൂട്ടായി സാറിനെ പരിചയപ്പെടുന്നത്. കൂട്ടായി സാറാണ് ഫെമിനെ ഈ ജോലിയിലേക്ക് ക്ഷണിച്ചത്. യാതൊരു റിസ്ക്കും ഇല്ലെന്ന് പറഞ്ഞാണ് ഈ ജോലി ഏൽപ്പിച്ചത്. കൂടുതൽ പൈസ കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ ഫെമിനി ഇതിലേക്ക് വന്നു. റിസ്ക്കും ഇല്ല, നല്ല പണവും കിട്ടുമെന്ന് എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാനും ഇതിൽ കൂടി. നിങ്ങളുടെ ഫാമിലിയൊക്കെ? ഞങ്ങൾ രണ്ടാളുടെയും ഭർത്താക്കന്മാർ ഗൾഫിലാണ് സർ. എനിക്ക് 3 കുട്ടികൾ, അവർ ബോർഡിങ്ങിലാണ്. ഐഷയ്ക്ക് 2 കുട്ടികൾ, അവർ വീട്ടിലെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്കൊപ്പമാണ്. അപ്പോൾ 2 എണ്ണവും വീട്ടിലെ പ്രാരാബ്ദം കൊണ്ട് ഇതിനു വേണ്ടി ഇറങ്ങിയതല്ല. പിന്നെന്താടി നിൻ്റെയൊക്കെ ആവശ്യം? പണത്തിനോടുള്ള ആർത്തി മൂത്ത് ഇറങ്ങിയതാണല്ലടി. നിങ്ങളുടെയൊക്കെ വീട്ടിലറിയാമോ ഇതാണ് ജോലിയെന്ന്? ഇല്ല സാർ, അവർക്ക് ആർക്കും അറിയില്ല. ഇവിടെ ടൗണിലൊരു കമ്പനിയിലാണ് ജോലിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫെമിന് പഴയ ഹോട്ടലുകാർ ഈ ടൗണിൽ പുതിയ ഹോട്ടൽ ആരംഭിച്ചപ്പോൾ ഇങ്ങോട്ട് സ്ഥലം മാറ്റിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ സാരമില്ല. നാളത്തെ പത്രത്തിൽ പേരും ഫോട്ടോയും വരുമ്പോൾ നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ അറിഞ്ഞോളും. കുടുംബത്തിലുള്ളവരെ നുണ പറഞ്ഞ് പറ്റിച്ച ആളുകളെ കൊല്ലാൻ ഇറങ്ങിയിരിക്കുകയാണ് 2 രാക്ഷസികൾ. നിനക്കൊക്കെ എങ്ങനെ തോന്നിയടി ആ പാവങ്ങളെ കൊല്ലാൻ? എന്ന് പറഞ്ഞതും പ്രതാപിന്റെ വലത്തെ കൈ മാറി മാറി 2 ആളുകളുടെയും ചെവിക്കല്ലടിച്ചു പൊട്ടിച്ചു. ഉള്ളതുള്ളതുപോലെ പറഞ്ഞോ, ആരാണ് നിങ്ങൾ ഈ ജോലി ഏൽപ്പിച്ചത്? എന്താണ് അവരുടെ ലക്ഷ്യം? ഞാൻ പറഞ്ഞില്ലേ, ഫെമിനെ ഈ ജോലി ഏൽപ്പിച്ചത് കൂട്ടായി സാറാണ്. അവള് മുഖേനയാണ് ഞാനിതിൽ വരുന്നത്. അവരുടെ ലക്ഷ്യമെന്ന് ഞങ്ങളോട് പറഞ്ഞത് ഈ ദ്വീപിലുള്ളവരെ അവിടെ മരണങ്ങൾക്ക് കാരണമായ എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി അവിടെ നിന്ന് ഓടിച്ചിട്ട് അവരുടെ വീടും സ്ഥലവും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ച് കുറെ കഴിയുമ്പോൾ വേറെ ആളുകൾക്ക് മറിച്ചു വിൽക്കാമെന്നാണ്. അത് ശരിയാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. കൂട്ടായിയെ കൂടാതെ വേറെ ആരടി ഇതിന്റെ പിന്നിലുള്ളത്? വേറെ ആരുമില്ല സാർ. ഇന്നലെ നിങ്ങളെ കൂട്ടായിയുടെ വീട്ടിൽ കൂടിയ മീറ്റിംഗിൽ നിങ്ങൾ 3 പേരെ കൂടാതെ വേറെ ആരാണ് പങ്കെടുത്തത്? ആരും ഉണ്ടായിരുന്നില്ല സാർ. ആരും ഉണ്ടായിരുന്നില്ലേ ഫെമിന? ഇല്ല സാർ.
ഞങ്ങൾ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചക്ക് അവിടെ വന്ന ബ്ലാക്ക് ഇന്നോവ കാറിൽ ആരാണ് ഉണ്ടായിരുന്നത്? അങ്ങനെ ഒരു കാർ അവിടെ വന്നില്ല സാർ. അനസേ, ആ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്തേക്ക്. അനസ് ഇന്നലെ ഉച്ചയ്ക്ക് കൂട്ടായിയുടെ വീട്ടിലേക്ക് ഇവർ കയറി പോകുന്നതും അതിനുശേഷം ബ്ലാക്ക് ഇന്നോവക്കാർ കയറി പോകുന്നതും തിരിച്ചു വരുന്നതും എല്ലാം കാണിച്ചു കൊടുത്തു. ഇനി പറയ്, ആരാണ് ആ കാറിലുണ്ടായിരുന്നത്? കൂട്ടായിയെ കൂടാതെ ഇതിലുള്ള രണ്ടാമനാരാണ്? സാറ് ചോദിച്ചതിന് മറുപടി പറയടി എന്ന് പറഞ്ഞ് അപർണയുടെ കൈ ആയിഷയുടെ കവിളിൽ പതിച്ചു. അയാള് ആരാണെന്ന് കൃത്യമായിട്ട് അറിയില്ല സാർ. ഞങ്ങള് ആദ്യമായിട്ടാണ് അയാളെ കാണുന്നത്. അയാളും കൂട്ടായുമാണ് ഇതിന്റെ പിന്നിലുള്ളത്. ജോണിക്കുട്ടിയെ അനൂപ് എങ്ങനെയാണ് കൊല ചെയ്തത്? അത് സാർ, അനൂപ് സംഘവുമാണ് അത് ചെയ്തത്. ഞങ്ങൾക്ക് അറിയില്ല എങ്ങനെയായിരുന്നെന്ന്. അനസേ, അനീഷിന്റെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞാൽ അനൂപിനെ ഇങ്ങോട്ടെടുത്തോ. ശരി സാർ. പ്രതാപ് മൊബൈലിൽ ഒരു ഫോട്ടോ കാണിച്ച ശേഷം ഐഷയോട് ചോദിച്ചു, ഇയാളല്ലേ ഇന്നലെ കൂട്ടായിയുടെ വീട്ടിൽ വന്നത്? അതെ സാർ. ഇവനാണ് സ്ഥലം MLA ഫൈസൽ കുറ്റിപ്പുറം. ആ തുരുത്തിൽ നടന്ന മരണങ്ങൾക്ക് പിറകിലെ കാരണം കണ്ടുപിടിക്കാൻ സമരത്തിന് മുൻപിലുണ്ടായിരുന്നവൻ. പക്ഷേ ഇയാൾ ഇത്രയധികം കൊലപാതകം നടത്തിയത് എന്തിനാണെന്നാണ് മനസ്സിലാകാത്തത്. ഞാൻ പറഞ്ഞില്ലേ സാർ, അവർക്ക് അവിടെയുള്ള സ്ഥലങ്ങൾ വാങ്ങിക്കാനെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ പറഞ്ഞ കാരണം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സാർ, അനീസ് സാർ ചോദ്യം ചെയ്തു കഴിഞ്ഞു. അനൂപിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അനൂപേ, ഇവരുമായിട്ട് എങ്ങനെയാണ് നിന്റെ പരിചയം? എല്ലാം സത്യസന്ധമായിട്ട് പറഞ്ഞേക്കണം. ഇല്ലെങ്കിൽ ഓരോ നുണയ്ക്കും നിന്റെ ഓരോ വാരിയിൽ ഞാൻ ഒടിക്കും. പറയടാ, എങ്ങനെയാ ഇവരുമായിട്ടുള്ള ബന്ധം? അത് സാർ, ഫെമിന എൻ്റെ അമ്മായിയുടെ മോളാണ്. നീ എങ്ങനെയാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത്? അത് സാറേ, എല്ലാം ഞാൻ അനീഷ് സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ശരി, നീ എങ്ങനെ ജോണിക്കുട്ടിയെ കൊന്നത്? അത് സാറേ, പുള്ളിക്കാരൻ ഒറ്റക്കാണ്ട് താമസമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. രാവിലെ അദ്ദേഹം എഴുന്നേൽക്കുന്ന സമയം നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അതിനൊരു 5 മിനിറ്റ് മുമ്പ് ഞാൻ പോയി ഡോർബെല്ലടിച്ചു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ അയാളെ പുറത്തേക്ക് വിളിച്ചു. എനിക്കൊപ്പം വന്ന് മറഞ്ഞിരുന്ന വേറെ 4 പേര് കൂടി ഉണ്ടായിരുന്നു. പുറത്തേക്കിറങ്ങിയ ജോണിക്കുട്ടിയെ അവർ വട്ടം പിടിച്ചു. പക്ഷേ ഞങ്ങൾ വിചാരിച്ചതുപോലെ എളുപ്പമായിരുന്നില്ല അയാളെ കീഴ്പ്പെടുത്താൻ. ചെറിയൊരു ബലപ്രയോഗം വേണ്ടി വന്നു. എങ്കിലും ഞാൻ അയാളെ മരുന്ന് ഇഞ്ചെക്ട് ചെയ്തു. കാര്യം മനസ്സിലായ ജോണിക്കുട്ടി പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചെങ്കിലും കുറച്ചു നേരം കൂടി പിടിച്ചു നിർത്തി. കൈ വിട്ടുപോയപ്പോൾ അയാൾ ഗേറ്റിന് നേരെ ഓടിയെങ്കിലും ഇടയ്ക്ക് കുഴിഞ്ഞു വീണു. ആരോ വരുന്ന പോലെ തോന്നിയതുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങളെ ഓടി രക്ഷപ്പെട്ടു. അതിനിടയിലാണ് കയ്യിലുണ്ടായിരുന്ന സിറിഞ്ച് നഷ്ടപ്പെട്ടത്. അത് നഷ്ടപ്പെട്ട വിവരം റൂമിൽ തിരിച്ചെത്തിയ ശേഷമാണ് അറിഞ്ഞത്. ആ ഒരൊറ്റ കൊലപാതകം കൊണ്ടാണ് ഞങ്ങളെ അന്വേഷിച്ച സാർ എത്തിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആ കൊലപാതകം ചെയ്തതാണ് ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അല്ലെങ്കിൽ ഇന്നും അവിടുത്തെ കൊലപാതകങ്ങൾ സ്വാഭാവിക മരണമായി തന്നെ ജനങ്ങളെ സർക്കാരും കരുതിയേനെ. ഇത്ര ആളുകളെ കൊന്നിട്ട് ന്യായം പറയുന്നോടാ പന്ന നായിന്റെ മോനെ. പറഞ്ഞു തീർന്നതും പ്രതാപിന്റെ മുട്ടുകാൽ അനൂപിന്റെ നെഞ്ചും കൂടി തകർത്തു. അമ്മ എന്ന വിളിയോടെ അനൂപ് കസേരയിൽ നിന്നും താഴെ വീണ് കിടന്ന് ഞരങ്ങി. നീയൊക്കെ കൂടി കൊന്നു തള്ളിയത് പല കുടുംബങ്ങളുടെയും ആശ്രയമായിരുന്നവരെ, പ്രതീക്ഷകളായിരുന്നവരെ. എത്ര പ്ലാൻ ചെയ്ത കുറ്റകൃത്യം ചെയ്താലും എവിടെയെങ്കിലും പിഴവ് വരും. നിന്റെയൊക്കെ വീട്ടിലുള്ളവരായിരുന്നെങ്കിൽ നീയൊക്കെ ഇങ്ങനെ കൊല്ലുമായിരുന്നോടി. പറഞ്ഞു തീർന്നതും ആയിഷക്കും ഫെമിനക്കും വീണ്ടും കിട്ടി ചെവിക്കല്ലും മൂളുന്ന രീതിയിൽ ഒരെണ്ണം കൂടി. കണ്ണിൽ നിന്ന് പൊന്നീച്ച പറക്കുന്നുവെന്ന് കേട്ടിരുന്ന ഫെമിനിയും ഐഷയും അപ്പോൾ കണ്ടു കൺമണ്ണിലൂടെ കുറെ പൊന്നീച്ചകൾ പറക്കുന്നത്. കുറച്ച് സമയത്തേക്ക് ചെവിയിൽ എന്തൊരു മൂളിച്ച മാത്രമേ അവർക്ക് അനുഭവപ്പെട്ടുള്ളൂ. പിറകിലേക്ക് തിരിഞ്ഞ് അനസിനെ നോക്കി പ്രതാപ് പറഞ്ഞു, അനസേ, വീഡിയോ കോടതി കൊടുക്കുമ്പോൾ ഇതൊക്കെ കളഞ്ഞിട്ട് വേണം കൊടുക്കാൻ, മറക്കരുത്. ഇല്ല സാർ, കോടതി കൊടുക്കുമ്പോൾ ചോദ്യം ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. 2 പേരും നോർമലായെന്ന് തോന്നിയപ്പോൾ പ്രതാപ് വീണ്ടും ചോദ്യം ചെയ്യാൻ തുടങ്ങി. നിങ്ങൾക്ക് ഈ വിഷം എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് കൂട്ടായി സാർ തരുന്നതാണ്. ഈ കെമിക്കലുകൾ നിങ്ങളാണോ മിക്സ് ചെയ്യുന്നത്? അല്ല സാർ, കൂട്ടായി സാർ തരുന്നത് ഞങ്ങൾ ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടി സിറിഞ്ചിലാക്കിയിട്ട് അനൂപിനടുത്ത് കൊടുക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. ഇന്നലെ കൂട്ടായിയുടെ വീട്ടിൽ എന്തായിരുന്നു ചർച്ച? ചോദിച്ച ശേഷം താഴെ കിടന്ന അനൂപിനെ നോക്കി. ഈവൻ ഇപ്പോൾ എഴുന്നേറ്റില്ലേ? അനസേ, പൊക്കിയിരുത്തോ അവനെ. അനസ് താഴെ കിടന്നിരുന്ന അനൂപിനെ പൊക്കി കസേരയിലിരുത്തി. അനൂപ് അപ്പോഴും ചെറുതായിട്ട് ചുമക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചതിന് മറുപടി പറയടി. ഇനി ഞങ്ങൾ അടിക്കല്ലേ? ഇനിയും അടിച്ചാ ഞങ്ങൾ ചത്തുപോകും. നീയൊക്കെ ചാകാതെ ഞങ്ങൾ നോക്കിക്കോളാം. ഇപ്പോൾ നീ ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അത് ഐഷ മറുപടി പറയാൻ തുടങ്ങി.
ജോണിക്കുട്ടിയുടെ മരണം നടന്ന ശേഷം രാത്രി സമയത്ത് ആരും പുറത്തേക്ക് ഇറങ്ങായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് വേറെ കൊലപാതകങ്ങൾ നടത്താൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് ഭാവിയിലെ കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനാണ് ഇന്നലെ അവിടെ കൂടിയത്. എന്നിട്ട് എന്തായിരുന്നു തീരുമാനം? ഇന്ന് രാത്രി കൂടി നോക്കിയിട്ട് ആരെയും കിട്ടിയില്ലെങ്കിൽ നാളെ മുതൽ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ തനിയെ നടന്നു വരുന്ന കുട്ടികളെ വൈകുന്നേര സമയത്ത് ഇഞ്ചക്ഷൻ കൊടുത്ത് കൊല്ലാനായിരുന്നു പ്ലാൻ ചെയ്തത്. ഇന്നലെ രാത്രിയിൽ അന്വേഷണത്തിന് ഇറങ്ങാനായിട്ട് ഇവർ നിൽക്കുമ്പോഴാണ് നിങ്ങൾ എത്തിയത്. നീയൊക്കെ മനുഷ്യരാണോടി, കള്ള നായിൻ്റെ മക്കളെ. നിങ്ങൾക്കുല്ലടി മക്കള്. അവരെ നീയൊക്കെ ഇങ്ങനെ കൊല്ലാൻ നോക്കൂടി. നിന്നെ ഒന്നും വിശ്വസിക്കാനും കഴിയില്ല. പണം കിട്ടിയ സ്വന്തം കുടുംബത്തിലുള്ളവരെ വരെ കൊല്ലാൻ നോക്കും. നിന്നെ പോലെയുള്ള മനുഷ്യരൂപം പൂണ്ട മൃഗങ്ങള്. അപർണ, സുറുമി, രണ്ടിനെയും കൊണ്ടുപോയി ലോക്കപ്പ് ചെയ്തോ. കൂടെ ആ വടി കൊണ്ടുള്ള പ്രയോഗം കാലിൽ കൂടി കൊടുത്തേക്ക്. ഇവരെന്തു പറഞ്ഞാലും കുടിക്കാൻ ഇനി പാച്ച വെള്ളം ഞാൻ പറയാതെ കൊടുത്തു പോരുത്. അനുഭവിക്കട്ടെ രണ്ടാളും. അനസേ, ഇവനെ എടുത്തോ. ഇവനെ നമുക്കൊന്ന് ഉരട്ടാനുണ്ട്. അനസ് അനൂപിനെ പൊക്കിയെടുത്ത് നടത്തിച്ചു. എടോ, അനീഷിനോട് ഇങ്ങോട്ട് വരാൻ പറയേ. ശരി സാർ. അനസ് പുറത്തേക്ക് പോയി. പ്രതാപ് ഫോണെടുത്ത് മനുസാറിനെ വിളിച്ചു. അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു. സാർ, നമ്മൾ കരുതിയതെല്ലാം കൃത്യമാണ്. കൂട്ടായും MLA ഫൈസൽ കുറ്റിപ്പുറവുമാണ് ഇതിൻ്റെ പിന്നിൽ. പക്ഷേ അവരുടെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമല്ല. ഇവർക്കും അതിനെക്കുറിച്ച് വലിയ അറിവില്ല. ഇവർ പറയുന്നത് അവിടെയുള്ള സ്ഥലങ്ങൾ വാങ്ങി കുറേ നാളുകൾ കഴിയുമ്പോൾ അത് മറിച്ചു വിൽക്കാനെന്നാണ്. പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം വെറുതെ കുറച്ച് സ്ഥലങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് സാർ. യു ആർ റൈറ്റ് പ്രതാപ്. ആ ഉദ്ദേശം മാത്രമായിരിക്കില്ല ഇതിന് പിന്നിൽ. വേറെയും ഉദ്ദേശം ഉണ്ടാവും. ഇതിനിടെ അകത്തേക്ക് വന്ന് അനീഷ് പ്രതാപിനെ സല്യൂട്ട് ചെയ്തു. കൈ ഉയർത്തി 1 മിനിറ്റ് എന്ന് കാണിച്ച ശേഷം SP-യുമായുള്ള സംസാരം തുടർന്നു. സാർ, അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ ബാക്കി വിവരങ്ങൾ അറിയാൻ കഴിയുള്ളൂ. അതിന് സാറിൻ്റെ ഒപ്പീനിയൻ ചോദിക്കാനാണ് ഞാൻ സാറിനെ വിളിച്ചത്. എന്താണ് സാറിൻ്റെ അഭിപ്രായം? അവർ MLA ആണ് ഇതിൻ്റെ പിന്നിലെന്ന് സമ്മതിച്ചോ? ഇല്ല സാർ, അവർക്ക് MLA അറിയില്ല. പക്ഷെ ഞാൻ ഫോട്ടോ കാണിച്ചപ്പോൾ അവർ സമ്മതിച്ചു. അയാൾ ഇന്നലെ കൂട്ടായുടെ വീട്ടിലെ ഇവരുടെ മീറ്റിങ്ങിനുണ്ടായിരുന്നു എന്ന്. എടോ, അത് മാത്രം വെച്ചിട്ട് എങ്ങനെയാടോ MLA പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുക? ഞാൻ നേരത്തെ താൻ വിളിച്ച ശേഷം DGPയോട് സംസാരിച്ചിരുന്നു. സാറ് പറഞ്ഞത് കൃത്യമായ തെളിവോ മൊഴികളോ ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയോട് സംസാരിക്കുമെന്നാണ്. ഇവരുടെ മാത്രം മൊഴിയും കൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ച അയാൾ എന്നെ പിടിച്ച ആട്ടും. അറിയാലോ തനിക്ക് അദ്ദേഹത്തെ. പിന്നെന്താ സാർ ചെയ്യുക? താനൊരു കാര്യം ചെയ്യ്. തൽക്കാലം കൂട്ടായി അറസ്റ്റ് ചെയ്യും. അയാളുടെ കാര്യം ഇവൻ നേരത്തെ സമ്മതിച്ചല്ലേ. എന്നിട്ട് അയാളെ കൊണ്ട് MLAയുടെ കാര്യം സമ്മതിപ്പിക്കേ. ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിക്കേ. കൂട്ടായി ചോദ്യം ചെയ്താൽ അവരുടെ ഉദ്ദേശവും മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം മുഖ്യമന്ത്രിയിൽ നിന്ന് നമുക്ക് പെർമിഷൻ എടുക്കാം MLA അറസ്റ്റ് ചെയ്യാൻ. ശരി സാർ, താങ്ക് യു. പ്രതാപ് ഫോൺ കട്ടാക്കിയ ശേഷം അനീഷിനെ അടുത്തേക്ക് വിളിച്ചു. എടോ, ആ അനൂപ് എന്താ പറഞ്ഞത്? അവിടെ നടന്ന കൊലപാതകങ്ങളെക്കുറിച്ച് ആരാണ് അയാളെ ഏൽപ്പിച്ചത്? എങ്ങനെയാണ് കൊലപാതകങ്ങൾ നടത്തിയത്? എന്തിനാണ് ഇത്രയധികം കൊലപാതകങ്ങൾ? അങ്ങനെ വല്ലതും പറഞ്ഞോ? അനൂപിനെ കൊട്ടേഷൻ ഏൽപ്പിച്ചത് ഫെമിനിയാണ്. ഫെമിനിയുടെ അമ്മയുടെ മകനാണ് അനൂപ്. അങ്ങനെയാണ് ഇവൻ ഇതിലേക്ക് വരുന്നത്. എങ്ങനെയാണ് ഇവന്മാരിത് ചെയ്തത്? രാത്രി സമയത്ത് പുറത്തിറങ്ങുന്നവരെ നമ്മൾ അവിടെ നിന്ന് കണ്ടെടുത്ത മുഖംമൂടി ഉപയോഗിച്ച് ഇവർ ഭയപ്പെടുത്തും. അതിനുശേഷം ഇവർ 1-2 ആളുകൾ കൂടി ചേർന്നിട്ട് അവരെ ഇഞ്ചെക്ട് ചെയ്യും. മരുന്ന് ഇഞ്ചെക്ട് ചെയ്തതിന് ശേഷം അവരെ വിടും. നടന്നു പോകുന്നവർ അല്പസമയം കഴിയുമ്പോഴേക്കും തളർന്നു വീഴും. പിന്നെ ഹൃദയം സ്തംഭിച്ചവർ മരണപ്പെടും. ഇവരെങ്ങനെയാണോ ഈ കൊല്ലാനുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത്? ഇവരെ രാത്രി ഒരു സമയം കഴിഞ്ഞാൽ പല സംഘങ്ങളായിട്ട് പിരിഞ്ഞിട്ട് ആ തുരുത്തു മുഴുവൻ കറങ്ങും. ഏതെങ്കിലും ഒരു സംഘത്തിന് ആളെ കിട്ടിയാൽ ഉടനെ അവർ മറ്റുള്ളവരെ അറിയിക്കും. അതെന്തിനാണ്? ഒരു ദിവസം ഒരാളെ കൂടുതൽ ഇവർ കൊല്ലാറില്ല. കാരണം ഒരേ സമയം ഒന്നിലധികം ആളുകൾ മരണപ്പെട്ട ആളുകൾ സംശയിക്കാൻ തുടങ്ങുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു സംഘത്തിന് ഒരാളെ കിട്ടിയെന്നറിഞ്ഞാൽ മറ്റുള്ളവർ തിരിച്ച് ആ വീട്ടിലേക്ക് പോകും. ഭീകര പ്ലാനിങ് ആണല്ലോ അവർക്ക്. അല്ലടോ, പിന്നെ എന്തിനാണ് ഇവർ തോമാച്ചൻ്റെ നാളെയും അയാളുടെ മകളെയും കൊന്നത്? അതെന്താന്ന് വെച്ചാൽ അതിലെ ഒരാൾ വിട്ടാ ഇവരെക്കുറിച്ച് പുറത്തറിയുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. വേറെന്താവും പറഞ്ഞത്? ജോണിക്കുട്ടിയുടെ കൊലപാതകം അവർക്ക് പറ്റിയ അബദ്ധമാണെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ പറയാനെന്താ കാരണം? അവർക്ക് ഈ മരുന്ന് കൊടുക്കുമ്പോൾ അവരോട് പറഞ്ഞിരുന്നത് ഈ മരുന്നുപയോഗിച്ച് കൊലപാതകങ്ങൾ നടത്തിയാൽ 8 മണിക്കൂറിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നതെങ്കിൽ ഈ മരുന്നിൻ്റെ അംശം മരിച്ചയാളുടെ ശരീരത്തിൽ നിന്നും കിട്ടില്ല, മറിച്ച് ഹൃദയസ്തംഭനമാണെന്ന് മാത്രമേ അറിയാൻ കഴിയുമെന്നാണ്. പിന്നെ കൊല നടത്തുമ്പോൾ അവരുമായിട്ട് യാതൊരുവിധ മൽപ്പിടുത്തങ്ങളും നടത്തരുത്, യാതൊരു പാടുകളും ശരീരത്തിൽ ഉണ്ടാകരുത്.
കൊലപാതകങ്ങൾ രാത്രി 10 മണിക്കും പരമാവധി 12 മണിക്കും ഇടയിലായിരിക്കണം തുടങ്ങി കുറേയധികം നിർദ്ദേശങ്ങൾ ഇവർക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് ഇവർ സാധാരണ കൊലപാതകങ്ങൾ നടത്തുന്നത് രാത്രി 10 മണിക്ക് ശേഷം മാത്രമാണ്. ജോണിക്കുട്ടി ഒഴികെയുള്ള എല്ലാവരും ശാരീരികമായിട്ട് ക്ഷീണിച്ചവരായിരുന്നു. അത്തരം ആളുകളെ മുഖംമൂടി ഉപയോഗിച്ച് ഭയപ്പെടുത്തിയ ശേഷമാണ് ഇവർ മരുന്ന് ഇഞ്ചക്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് ആ ആളുകളുമായിട്ട് ഇവർക്ക് മൽപ്പിടുത്തം നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നേരത്തെ മരിച്ചവരുടെ മൃതദേഹങ്ങൾ കിടന്നിരുന്നതിൻ്റെ അടുത്തൊന്നും മൽപ്പിടുത്തം നടന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണായിരുന്നത്. ജോണിക്കുട്ടിയുടെ കാര്യത്തിൽ ഇവർക്കാകെ കൈവധങ്ങൾ മാത്രമാണ് സംഭവിച്ചത്. പ്രധാനമായി സംഭവിച്ചത് സമയമാണ്. 2, ഇവർ കയറുമായിട്ട് മൽപ്പിടുത്തം നടത്തേണ്ടി വന്നു. ആളുകൾ വരുന്നെന്ന് ഭയപ്പെട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ആ സിറിഞ്ച് അവിടെ നഷ്ടപ്പെടുകയും ചെയ്തു. സമയത്തിന്റെ കാരണം കൊണ്ട് പോസ്റ്റ്മോർട്ടത്തിൽ മരുന്നിന്റെ അംശം ശരീരത്തിൽ കാണും. പോലീസ് മൃതശരീരം കിടന്നതിന്റെ പരിസരം പരിശോധിച്ചാൽ മൽപ്പിടുത്തം നടന്ന ലക്ഷണങ്ങൾ കാണും. സിറിഞ്ച് ഓടന്ന് കിട്ടും. എല്ലാം അവർ മനസ്സിലാക്കിയിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് പിടിക്കപ്പെടുന്നത് അവർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് അനൂപും സംഘവും കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ നിന്ന് മാറി നിൽക്കായിരുന്നു. ഈ മരണം കൊലപാതകമാണെന്ന രീതിയിലുള്ള വാർത്തകൾ വരാതിരുന്നതുകൊണ്ട് ഇവർ കരുതിയത് പോലീസും നാട്ടുകാരും ഇത് സ്വാഭാവിക മരണമാണെന്ന് വിശ്വസിച്ചെന്നാണ്. അങ്ങനെ കരുതിയ അവര് നമ്മളിന്ന് കണ്ടതിന് തലേദിവസമാണ് ഇവിടേക്ക് തിരികെ വന്നത്. അത് പക്ഷെ നമ്മളുടെ വായിലേക്കായിരുന്നു എന്ന് മാത്രം. ഇവന് കൂട്ടായി അറിയാമോ? ഇല്ല സർ, ഇവനാകെ കോണ്ടാക്ട് ഉള്ളത് ഫെമിനിയുമായിട്ട് മാത്രമാണ്. എടോ, നമുക്ക് ആ കൂട്ടായിയെ പൊക്കണം. സാറേ, ഇന്നിനി ഈ സമയത്ത് അറസ്റ്റ് ചെയ്ത പ്രശ്നമില്ലേ? ഇന്ന് വേണ്ടോ, നാളെ രാവിലെ മതി. അല്ല സർ, കൂട്ടായി ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഇവരെ കിട്ടാതാവുമ്പോൾ അയാൾ അപകടം നടത്താൽ അയാളെ രക്ഷപ്പെടാനുള്ള സാധ്യതയില്ലേ? ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞില്ലേ? കൂട്ടായി ഇന്നിനെ ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവർ നമ്മുടെ കസ്റ്റഡിയിലുള്ളത് അയാൾ അറിയാൻ സാധ്യത കുറവാണ്. താമ്പാ, ഒരു കാര്യം ചെയ്യാം. പ്രതാപ് അനീഷിനെയും കൂട്ടി ഫെമിനിയുടെ അടുത്തേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ സുറുമി ഐഷയുടെയും അപർണ ഫെമിനിയുടെയും മുട്ടുകാലിന്റെ താഴെയുള്ള ഭാഗത്തെ മസിലിൽ വണ്ണമുള്ള ലാത്തി കൊണ്ട് ഒഴിയുകയാണ്. അവർ രണ്ടാളും വേദന കൊണ്ട് കിടന്ന് നിലവിളിക്കുന്നുമുണ്ട്. സീല് ചെയ്ത റൂമായതുകൊണ്ട് ശബ്ദമൊട്ടും പുറത്തേക്ക് കേൾക്കുന്നില്ലെന്ന് മാത്രം. എന്തായടോ, മര്യാദക്കാരായ രണ്ടാളും. ഇനിയുള്ളമാരെ ജീവിതത്തിൽ മനുഷ്യനെന്നല്ല ഒരു കൊതുകിനെ പോലും കൊല്ലാൻ പോയിട്ട് അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യില്ല സാർ. സുറുമി മറുപടി നൽകി. ഐഷ, കൂട്ടായി സാധാരണ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന സമയപ്പോഴാണ്. നിറഞ്ഞു തുളുമ്പിയ കണ്ണുനീര് തുടച്ചുകൊണ്ട് ഐഷ മറുപടി കൊടുത്തു. എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നതാണ് പതിവ്. രാവിലെ 10 മണിക്ക് മുൻപായി വിളിച്ചില്ലെങ്കിൽ മാത്രം സാർ ഇങ്ങോട്ട് വിളിക്കും. പ്രതാപ് സുറുമയുടെ അപർണയുടെ നേരെ തിരിഞ്ഞുകൊണ്ട്, കാലിലെ ഈ പാടുകളെല്ലാം കളയണം. തേൻ പുരട്ടിയാൽ മതി, അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കുമ്പോൾ നമുക്ക് പണി കിട്ടും. എന്തായാലും നമ്മൾ ഉപദ്രവിച്ച കാര്യങ്ങളുമായി പറയില്ല. പറഞ്ഞാൽ കസ്റ്റഡിയിൽ കിട്ടുന്ന ഇവരെ പിന്നെ പുറം ലോകം കാണിക്കില്ല. കൊന്ന് ഞാൻ കെട്ടിത്തൂക്കും, കേട്ടല്ലോ? ഐഷയുടെയും ഫെമിനിയുടെയും നേരെ നോക്കിക്കൊണ്ട് പ്രതാപ് മുരണ്ടു. രണ്ടുപേരും തലകുലുക്കി. അവിടെ നിന്ന് പുറത്തിറങ്ങിയ പ്രതാപും മനീഷും നാളേക്കുള്ള പ്ലാനുകൾ തയ്യാറാക്കാൻ തുടങ്ങി.